ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയാണ്. സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ 8X നമ്മുടെ 800 ഇന്ന് 2 ആഴ്ച കണ്ടായി സെയിലാക്കിയിട്ട് ഞാൻ അവിടെ ഒരു കോഴഞ്ചേരിയുള്ള പുള്ളിക്ക് എന്നെ കൊടുത്തത്. അപ്പോൾ സംഭവം അതല്ല, ഈ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോസ് വെച്ചിട്ട് ഏതോ ഒരുത്തൻ മാർക്കറ്റ് പ്ലേസിൽ 35,000 രൂപയ്ക്ക് എങ്ങനെ കാണിക്കേണ്ടതാണ്. ഇതാണ് പരസ്യം. 35,000 രൂപയ്ക്ക് മാർക്കറ്റ് പ്ലേസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നെ. അപ്പോൾ ഞാൻ വലിയൊരു മൈൻഡ് കൊടുത്തില്ല. എന്നിട്ട് എന്നെ 2 ദിവസം മുമ്പ് എൻ്റെ ഈ പുതിയ ഓണർ, വണ്ടിയുടെ 8Xയുടെ പുതിയ ഓണറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ സ്കാം നടക്കുന്നുണ്ട്, ഏത് ഒരുത്തൻ്റെ നിന്ന് പൈസ പോയി, മലപ്പുറത്തുള്ള ഏത് ഒരുത്തൻ്റെ നിന്ന് 7,000 രൂപ ഇവൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ പേര് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ പേര് അലോയുടെ പേര് എന്തോ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. 7,000 രൂപ വാങ്ങിച്ചിട്ട് അവൻ സ്കാം ചെയ്തവൻ പൈസ പോയി അവൻ്റെ. അപ്പോൾ ഇവൻ പോയി കേസ് കൊടുത്തപ്പോൾ അവിടുത്തെ പോലീസുകാരാണ് ഈ പുള്ളിയെ വിളിച്ചത്, പുതിയ ഓണറിനെ. അങ്ങനെയാണ് ഇത് ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് കണ്ണൂരിൽ നിന്നുള്ളൊരു പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇങ്ങനെ സ്കാം നടക്കുന്നത്, നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് 3,000 രൂപയാണ് പുള്ളിയുടെ നിന്ന് പോയെന്ന്. അഡ്വാൻസ് ഇട്ട് കൊടുത്ത് 3,000 രൂപ പോയി, ഇപ്പോൾ അവർ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന്. അപ്പോൾ സംഭവം അതല്ല, ആരും ഇതിപ്പോൾ പെടരുത്. ഇത് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം വീഡിയോ ഒന്ന്. കാരണം ഇത് കുറേ വരുന്ന പൈസ പോയിട്ടുണ്ട്. ഇനി ആരെങ്കിലും പോയിട്ടുണ്ടോന്നും നമുക്കറിയത്തില്ല. ഇപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ 2 പേരുന്ന് പോയിട്ടുള്ള മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നും ആൾക്കാരെ 7,000 3,000 വെച്ച് പോയിട്ടുണ്ട്. അഡ്വാൻസ് വാങ്ങിയിട്ട് പുള്ളി അങ്ങ് മുങ്ങുവാണ് സംഭവം. അത് വണ്ടി ഇല്ലല്ലോ കൊടുക്കുക, വണ്ടി നമ്മുടെ ആളുടെ അല്ലേ. അപ്പോൾ ഞാനത് എൻ്റെ നമ്പർ കാണിക്കും, ഇതാണ് നമ്പർ. ഈ നമ്പറിലാണ് പുള്ളി കോൺടാക്ട് ചെയ്യുന്നത്. സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ മെസ്സേജ് ഇടുമ്പോൾ പുള്ളി ഈ നമ്പറിൽ വാട്സപ്പ് കോൾ മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ, വാലിഡ് നമ്പറല്ല. അല്ലാതെ വിളിച്ച് കഴിഞ്ഞാൽ വാലിഡ് നമ്പറല്ലെന്നാണ് കാണിക്കുന്നത്. സോ ഞാൻ വിളിച്ചു, ഞാൻ നമ്പർ ഇട്ടപ്പോൾ തന്നെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി ആദ്യം ഞാൻ വലിയതായിട്ട് അഭിനയിച്ചിരുന്നപ്പോഴത്തേക്ക് പുള്ളി വണ്ടി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്ന്, വണ്ടി കംപ്ലയിൻറ്റിൽ പക്കയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടി നമ്മുടെ ആളുടെ ഇരിക്കുക, അതൊരു കംപ്ലയിൻറ്റ് ഒന്നുമില്ലെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് നമ്മളോട് പറയും അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ നമ്മുടെ വണ്ടിയാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര റൈസാണ്. പുള്ളി ഭയങ്കര തെറിവിളിയും ഭയങ്കര നമ്മളെ കളിയാക്കുന്ന രീതി സംസാരം. പുള്ളിയെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം. അപ്പോൾ സംഭവമൊന്നും വിഷയമൊന്നുമില്ല. നമ്മൾ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൈസ പോയ ഞാൻ ഇതിൽ ഇടപെട്ടില്ല, ഞാനിത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കണ്ണൂരുള്ള പുള്ളിയും മലപ്പുറത്തുള്ള പുള്ളി എല്ലാവരും കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ആരും ഈ സ്കാമിൽ ഇപ്പോൾ പെടരുത്, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സംഭവം പറയുക, ഇതാണ് പരസ്യം, നമ്പർ ഇതാണ്. അപ്പോൾ ആരും പോയി ഈ പരസ്യത്തിൽ പോയി ക്ലിക്ക് ചെയ്ത് പൈസ അയക്കാനോ എടുക്കാനോ ഒന്നും പോകരുത്. കാരണം പൈസ പോകുന്ന പരിപാടിയാണ്. വണ്ടി സോൾഡായിട്ട് 2 ആഴ്ച മുമ്പാണ് സെയിലായത് വണ്ടി. ഇവൻ വിളിച്ചപ്പോൾ കോട്ടയത്തിലാണ് ഉള്ളതെന്നൊക്കെ പറയുന്നത്. എനിക്ക് കറക്റ്റായി ഉള്ളയാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. പേരൊന്ന് ഷിനാസ് എന്ന കണ്ടൊക്കെ പറഞ്ഞത്, ഉള്ളയാണെന്ന് അറിയത്തില്ല. ഇവൻ പ്രൂഫ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പൈസ അയച്ചതിൻ്റെയും ഇവൻ അയച്ചിരുന്ന യു പി ഐ ഡി ഉണ്ട്. ഈ QR കോഡ് ഉണ്ട്, ഇവിടെ കാണിക്കണം, കാണിച്ചേക്കാം. ഇതാണ് QR കോഡ്. ഈ QR കോഡ് വെച്ചാണ് അവൻ പൈസ വാങ്ങുന്നത്. ഇത് കേസ് കൊടുക്കാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ UPI വെച്ച് തന്നെ പിടിക്കാൻ പറ്റും. ഇത് പറയാൻ വേണ്ടി ഞാൻ